Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ശനിയാഴ്ച വൈകുന്നേരം രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി രാജേഷിനായുള്ള തിരച്ചിൽ തുടരുന്നു. ചെറുപുഴ മീൻതുള്ളിത്തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിനിടയിലാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. മീൻതുള്ളി വാട്ടർഫോഴ്സിലെ ഇൻസ്ട്രക്ടറാണ് രാജേഷ്. ചന്ദ്ര നീ ബാക്കോട്ട്, ചന്ദ്ര ബാക്കോട്ട് വാ, ചന്ദ്ര ബാക്കോട്ട് വാ, ചന്ദ്ര ബാക്കോട്ട് വാ. ആവശ്യമായ ഡോക്ടർമാരുടെ അഭാവം മൂലം പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ ദുരിതത്തിലാകുന്നതായി പരാതി. കനത്ത മഴയെ തുടർന്ന് വീട് തകർന്ന് പരിക്കേറ്റ യുവതിക്ക് മതിയായ ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടി വന്ന സംഭവത്തിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത്. ആവശ്യമായ ഡോക്ടറുടെ അഭാവം മൂലം ചികിത്സക്കായി എത്തിയ രോഗികൾ ദുരിതമനുഭവിക്കുന്ന സാഹചര്യമാണ് പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഉള്ളതെന്ന പരാതി. കനത്ത മഴയെ തുടർന്ന് വീട് തകർന്ന് പരിക്കേറ്റ ഒരു യുവതി ചികിത്സക്കായി ആശുപത്രിയിലെത്തിയെങ്കിലും ആവശ്യമായ ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടി വന്നതായി ആരോപണമുണ്ട്. സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഡോക്ടർമാരുടെ കുറവ് കാരണം ചികിത്സ ലഭിക്കാതിരുന്നത് ആശുപത്രി സംവിധാനത്തിലെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജ്യോതി PM-ന് നിവേദനം സമർപ്പിച്ചു. ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിച്ച് രോഗികൾക്ക് സമയബന്ധിതമായി ചികിത്സ ഉറപ്പാക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സ ലഭ്യമാകുന്ന വിധത്തിൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ ഏത് ആവശ്യത്തിനും വന്നാൽ നമ്മൾക്കൊരു ആതുര ശുശ്രൂഷ രംഗത്ത് പഴയ ധർമാശുപത്രി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പോലും ഇതിനേക്കാൾ നല്ല ചികിത്സ ഉണ്ടായി. ഇന്ന് വലിയൊരു സൗധം ഇവിടെ കെട്ടിപ്പടുത്ത സമയത്ത് നമ്മളെ സാധാരണക്കാർക്ക് അത് ഉപയോഗപ്രദമാകുന്ന രീതിയിലില്ല എന്നുള്ളൊരു വേദന ആ അമ്മ പറയുമ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് സൂപ്രണ്ടിനെ കാണാൻ വന്നു. സൂപ്രണ്ടിന് വേണ്ട ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. ഈ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനത്തിൽ സർജൻ 2 സർജൻ ഉണ്ടായ ഈ ആശുപത്രിയിൽ ഒരു സർജൻ ഇപ്പം നിലവിലില്ല. കൂടാതെ ഇതിൻ്റെ MD 2 MD ഉണ്ട്. അതിൽ ഒരാളെ ഉണ്ട്. അദ്ദേഹം നന്നായി പരിശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ ശരിക്കും ഈ ആശുപത്രിയിലെ സകലമായ കാര്യങ്ങളും പഠിക്കുകയും അത് നല്ല രീതിയിൽ പ്രാവർത്തികമാവണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വരികയും ചെയ്തത്. ഇന്ന് ഓർത്തോ വിഭാഗത്തിൻ്റെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് ഒരു പ്ലാസ്റ്റർ ഇടാൻ പോലും തയ്യാറാവുന്നില്ല. അതിന് കാരണം എന്താണ്? തൊട്ടടുത്തുള്ള മറ്റുള്ള ആശുപത്രി വിജയിക്കാൻ വേണ്ടിയുള്ള ഒത്താശ നൽകുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം മുമ്പ് നടന്നൊരു വിഷയം അത് ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഒരു ചെറിയ മുറിവ് വന്നാൽ ഞങ്ങൾക്ക് ഈ താലൂക്ക് ആശുപത്രി മതി. ഞങ്ങളൊക്കെ എന്നും ഉപയോഗിക്കുന്നത് ഈ താലൂക്ക് ആശുപത്രിയാണ്. ഈ താലൂക്ക് ആശുപത്രി സക്രിയരായി പ്രവർത്തിക്കണം.
ഇവിടെ സാധാരണക്കാർ വരുമ്പം 2 കൈ നീട്ടി സ്വീകരിച്ച് ആ സ്വീകരണത്തിൽ തന്നെ അവരെ രോഗം പകുതി മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണ്ഡലം പ്രസിഡന്റ് ധനേഷ് കണിയാങ്കുന്ന്, മണ്ഡലം ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ ചിറ്റടി, നന്ദകുമാർ അന്നൂർ, SC ജില്ലാ സെക്രട്ടറി സുജിത് കുമാർ PK, മണ്ഡലം സെക്രട്ടറി അഭിലാഷ്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വിപിൻ പുഞ്ചക്കാട്, സോഷ്യൽ മീഡിയ കൺവീനർ നവീൻ ഭഗത്ത്, അന്നൂർ ഏരിയ പ്രസിഡന്റ് മനോജ് വെള്ളൂർ, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി വിജയൻ രംബത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗ്രാമോദയയിൽ ഖാദി ഓണം മേള സംഘടിപ്പിച്ചു. ബി കുഞ്ഞികൃഷ്ണൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗ്രാമോദയയിൽ ഖാദി ഓണം മേള സംഘടിപ്പിച്ചു. ബി കുഞ്ഞികൃഷ്ണൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ നിലയിലുള്ള വിലയാണ്. മിൽ തുണികളുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ഖാദി ഉൽപ്പന്നങ്ങൾ അതുണ്ടാക്കുന്ന തൊഴിലാളികളുടെ കൂലി കുറവാണെങ്കിലും ഉൽപ്പന്നത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഓണക്കാലത്ത് മാത്രമല്ല ഉത്സവവേളകളിൽ അതിൽ ദീർഘകാല സബ്സിഡി അനുവദിക്കുന്നത് ഓണം സീസണിലാണ്. 30-35% വരെയൊക്കെ റിബേറ്റ് അനുവദിച്ചു വരുന്നതാണ്. ഓണത്തിന് മുന്നോടിയായി 6 കോടി രൂപയുടെ വിൽപ്പന ലക്ഷ്യമിട്ടാണ് ഇത്തവണ ഓണമേള സംഘടിപ്പിച്ചതെന്നും പൊതുജനങ്ങൾ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങി പ്രാദേശിക വ്യവസായത്തെയും തൊഴിലാളികളെയും പ്രോത്സാഹിപ്പിക്കണമെന്നും MLA പറഞ്ഞു. സംഘം പ്രസിഡന്റ് EA ബാലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ദിവ്യ കരിപ്പത്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു. സംഘം സെക്രട്ടറി A വിനയ, VK ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. മേളയിൽ 30% ഗവൺമെന്റ് റിബേറ്റോടെ ഖാദി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി തീർന്ന ശശി വീവേഴ്സ് ചൂലടി വയൽ റോഡ് നവീകരിക്കുന്നതിന് 1.16 കോടി രൂപ ദേശീയപാത അതോറിറ്റി അനുവദിച്ചു. ദേശീയപാത നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭാഗത്തെ ജനങ്ങൾ ദുരിതത്തിലായത്. നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരമായി ശശി വീവേഴ്സ് ചൂലടി വയൽ റോഡ് നവീകരണത്തിനായി ദേശീയപാത അതോറിറ്റി 1,16,00,000 രൂപ അനുവദിച്ചു. ദേശീയപാത നിർമ്മാണം തുടങ്ങിയ ശേഷമാണ് ഈ ഭാഗത്തെ ജനങ്ങൾ ദുരിതത്തിലായത്. ദേശീയപാതയിലെ ഓവുചാലിലെ വെള്ളം മുഴുവൻ ഈ റോഡിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ശശി വീവേഴ്സ് റോഡിന് ഓവുചാലില്ലാത്തതുമൂലം മഴക്കാലത്ത് ഒരടിയോളം വെള്ളം റോഡ് മുഴുവൻ ഒഴുകും. റോഡ് പൊട്ടിപ്പൊളിയുകയും ഇരുഭാഗത്തും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ചൂലടി വയലിലേക്കും സമീപത്തെ വീട്ടുപറമ്പുകളിലേക്കുമാണ്. വയലിൽ 1 മീറ്ററിലധികം വെള്ളം കെട്ടിനിൽക്കാൻ തുടങ്ങിയതോടെ കൃഷി പൂർണ്ണമായും ഇല്ലാതായി. വീടുകളിലെ കിണറുകൾ ഉപയോഗശൂന്യമായി. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടലിനെ തുടർന്നാണ് ദേശീയപാത അതോറിറ്റി തുക അനുവദിച്ചത്. 100 മീറ്റർ നീളത്തിൽ റോഡ് നവീകരിക്കാനും 300 മീറ്റർ നീളത്തിൽ ഓവുചാൽ നിർമ്മിക്കാനുമാണ് പദ്ധതി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ LDF ചെറുകുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. AITCU സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെറുകുന്ന് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് AITC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് തെറ്റായ നയത്തിനെതിരായി പഞ്ചായത്തുകൾക്കുള്ള ന്യായമാറ്റം ലഭിക്കേണ്ട പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരായി അതിശക്തമായ നിലയിലുള്ള സമരമായി മുന്നോട്ട് പോകുന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്കിലും അത് നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനത്തോടൊപ്പം നമുക്കറിയാലോ എന്തെല്ലാം രൂപത്തിലാണ് ഈ പ്രതിസന്ധി എല്ലാം കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിച്ചിട്ടും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം. ആ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചെല്ലാം തന്നെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അവർ അനുഭവിച്ചവരാണ്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. MP പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, OV പവിത്രൻ, TK ദിവാകരൻ, VK വിജയൻ, K ഗണേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തിരഞ്ഞെടുപ്പ് കാലത്തും തുടർന്നും പയ്യന്നൂരിലുണ്ടായ അക്രമ സംഭവങ്ങളിലെ യഥാർത്ഥ പ്രതികളെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് LDF പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 6-ന് DYSP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്യും.
തിരഞ്ഞെടുപ്പ് കാലത്തും തുടർന്നുമുണ്ടായ വിവിധ അക്രമ സംഭവങ്ങളിലെ യഥാർത്ഥ പ്രതികളെ ഉടൻ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് LDF പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 6-ന് DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. BKM ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് രാവിലെ 10-ന് DYSP ഓഫീസിന് മുന്നിൽ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്യും. മത്സ്യകർഷകന്റെ ചെമ്മീൻ ഫാം ഷെഡ് കത്തിക്കൽ, ബൈക്ക് കത്തിക്കൽ, വീടിന് നേരെ സ്ഫോടക വസ്തു എറിയൽ തുടങ്ങിയ സംഭവങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ലെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. ഇത്തരം സംഭവങ്ങൾ LDFനെ അപകീർത്തിപ്പെടുത്താൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് സംശയമുണ്ടെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. P. സന്തോഷ്, KV ബാബു, V. ബാലൻ, P. ജയൻ, K. ഹരിഹർകുമാർ, PV ദാസൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തെരുവിൽ നിന്ന് പ്രതീക്ഷകളുടെ തണലിലേക്ക്. പയ്യന്നൂരിലെ നിർധന കുടുംബത്തിന് അമ്പലത്തറയിൽ താൽക്കാലികമായി വീടൊരുങ്ങി. ദൊരൈ പഞ്ചമി ദമ്പതികളും 6 മക്കളും ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് താൽക്കാലിക വീട്ടിലേക്ക് താമസം മാറും. ഈ കുടുംബത്തിന്റെ തെരുവ് ജീവിതം നെറ്റ്വർക്ക് ന്യൂസ് പ്രേക്ഷകരിലെത്തിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷമായി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ വരാന്തകളിലും തെരുവുകളിലുമായി കഴിഞ്ഞുകൂടിയ ദൊരൈ പഞ്ചമി ദമ്പതികൾക്കും 6 മക്കൾക്കും ഇനി സ്വന്തമായി തലചായ്ക്കാൻ ഒരിടം. പയ്യന്നൂർ നഗരസഭയുടെയും ജനപ്രതിനിധികളുടെയും പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും ക്ലാപ്പ് കൗൺസിലിംഗ് ക്ലിനിക്കിന്റെയും സുഹൃത്തുക്കളുടെയും സംയുക്ത സഹകരണത്തോടെ അമ്പലത്തറയിലൊരുക്കിയ താൽക്കാലിക വീട്ടിലേക്ക് ഈ കുടുംബം ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് താമസം മാറും. ഒറ്റപ്പാലം സ്വദേശികളായ ഇവർ തെരുവിൽ ആക്രി പെറുക്കിയും കടകൾ അടിച്ചുവാരിയുമാണ് കുടുംബം പുലർത്തിയിരുന്നത്. സഹോദരിയുടെ വേർപാടിനെ തുടർന്ന് അവരുടെ മകളെ കൂടി സ്വന്തം മക്കളെ പോലെ ചേർത്തുപിടിച്ചാണ് ഈ ദമ്പതികൾ വളർത്തുന്നത്. തെരുവിൽ കഷ്ടപ്പെടുമ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു. കുടുംബത്തിന് കഴിഞ്ഞ 1 മാസമായി ആവശ്യമായ കൗൺസിലിംഗ് പിന്തുണയും നൽകി വരുന്നുണ്ട്. റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ശരിയാക്കാനുള്ള നടപടികളും പൂർത്തിയായി. നാളെ നടക്കുന്ന ചടങ്ങോടെ 6 കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകിക്കൊണ്ട് ഈ കുടുംബം പുതിയ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന ഗ്രാമപഞ്ചായത്തിലെ 4-1 റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതത്തിലായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ദിവസേന 100 കണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന റോഡിന്റെ അവസ്ഥ ഏറെ ദയനീയമാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. കുഴിയിൽ ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്നു. ഇതുവഴിയുള്ള വാഹന കാൽനടയാത്ര ഏറെ ദുഷ്കരമാണ്. ചെറുകുന്ന വെള്ളറങ്ങൽ ഭാഗത്തുനിന്ന് ചെറുകുന്ന അമ്പലം, അയ്യോത്ത്, തെക്കുംപാട് ഭാഗത്തേക്ക് ഉൾപ്പെടെ നിരവധി യാത്രക്കാർ കടന്നു പോകുന്ന റോഡ് കൂടിയാണിത്. നേരത്തെ ഇതുവഴി ഒരു ബസ് ഓടിയിരുന്നു. എന്നാൽ റോഡിൽ കുഴി നിറഞ്ഞതോടുകൂടി ഇതുവഴി സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രധാന ആവശ്യങ്ങൾക്കെല്ലാം ഓട്ടോറിക്ഷയെയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിക്കുന്നത്. റോഡ് തകർന്നതോടുകൂടി ഓട്ടോറിക്ഷകൾ ഓട്ടം വരാൻ മടിക്കുകയാണ്. നേരത്തെ ചെറുകുന്ന വെള്ളറങ്ങൽ മുതൽ ചെറുകുന്ന സൗത്ത് LP സ്കൂൾ വരെ MLA ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഉയർത്തി ടാറിംഗ് പ്രവൃത്തി നടത്തിയിരുന്നു. എന്നാൽ 4-1 ഭാഗത്തെ റോഡ് പ്രവൃത്തി നടത്തിയിട്ടില്ല. റോഡ് ഉയർത്തി ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. റോഡിന്റെ അവസ്ഥ ചിലപ്പോൾ ദയനീയാവസ്ഥയാണ്. ഇപ്പോൾ ഒരു 3-4 വർഷമായി ഇത് ഒന്നും ചെയ്തിട്ടില്ല. MLA ഫണ്ടാണ്. അപ്പോൾ അത് പാസ്സായിട്ട് ഇപ്പോൾ സ്കൂൾ വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ബസ് പോകുന്ന റൂട്ടാണ്. പിന്നെ കുട്ടികൾ ഒരുപാട് പോകുന്നുണ്ട്. ഒരുപാട് സ്കൂൾ ബസ് പോകുന്നുണ്ട്. കൂടുതൽ വാഹനം ഇതുവഴി ഇങ്ങനെ പോകുന്നു. തെക്കുംപാട് വഴി ഇങ്ങനെ പഴയങ്ങാടിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴിയാണ് പോകുന്നുണ്ട്. വളരെ ദയനീയാവസ്ഥയാണ് ഈ റോഡിന്റെ അവസ്ഥ. ഇനിയിപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് ലെവലാക്കി വെച്ചു. എന്നാലും അത് മഴയാകുമ്പോൾ അതങ്ങ് അങ്ങോട്ട് പോകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KV സുമേഷ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരു ഗവൺമെന്റ് തുടക്കത്തിൽ ഇത്രമേൽ മോശമായ ഒരു സർക്കാർ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെ വീരവാദങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്, ഏതെല്ലാം വിഷയങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്ന ഒരു പ്രാദേശിക സർക്കാരാണ് പഞ്ചായത്ത്. സംസ്ഥാന ഗവൺമെന്റിനെ പോലെ തന്നെ നാട്ടിൻപുറത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ദൈനംദിനമായി ഏറ്റവും ശക്തമായി ചെയ്യുന്ന ഒരു പ്രാദേശിക സർക്കാർ.
ആ പ്രാദേശിക സർക്കാരിന്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത കടുത്ത പ്രതിസന്ധിയിലേക്ക് ആ സ്ഥാപനങ്ങളെ തള്ളിവിടുന്നു. സന്തോഷ് CBK അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ VV കൃഷ്ണൻ, KV ശ്രീധരൻ, അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ, ബാബു രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിൽ LDF പ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ മുനവീറുൽ ഇസ്ലാമിൽ ഉമ്മുൽ മദാരിസീൻ എക്സലൻസ് അവാർഡ് സമർപ്പിച്ചു. പാണക്കാട് സയ്യിദ് മുക്താർ അലി ശിഹാബ് തങ്ങൾ അവാർഡ് വിതരണം നടത്തി. ഉത്തര കേരളത്തിന്റെ ഉമ്മുൽ മദാരിസ് എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂർ മുനവീറുൽ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എക്സലൻസ് അവാർഡ് ദാന ചടങ്ങിൽ വിദ്യാഭ്യാസ, മത, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ 4 പേരെയാണ് ആദരിച്ചത്. മുനവീറുൽ ഇസ്ലാമിനെ 5 പതിറ്റാണ്ടിലേറെയായി ദീർഘദർശിത്വത്തോടെ നയിച്ച പ്രഗത്ഭ പണ്ഡിതനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമായിരുന്ന ശൈഖുന മാണിയൂർ അഹമ്മദ് മൗലവിയുടെ സ്മരണാർത്ഥമാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. തൃക്കരിപ്പൂർ സ്വദേശിയും മലേഷ്യയിലെ പ്രമുഖ വ്യവസായിയുമായിരുന്ന ദാത്തോ MDP ഷാഹുൽ ഹമീദ് ബിൻ MDP അബ്ദുൽ ഖാദറിന് മരണാനന്തര ബഹുമതിയായും, സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ M സലാഹുദ്ദീൻ ഹാജി, ബംഗളൂരുവിലെ പ്രമുഖ വ്യവസായി NKP അബ്ദുൽ അസീസ്, സുൽഫെക്സ് മാട്രിക്സ് സംരംഭകൻ MDP മുഹമ്മദ് കുഞ്ഞ് എന്നിവർക്കാണ് പ്രഥമ ഉമ്മുൽ മദാരിസിൻ എക്സലൻസ് അവാർഡ് സമ്മാനിച്ചത്. മുനവീർ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ അസാബ് കേരളയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന വിവിധ ഷോർട്ട് ടൈം സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളുടെ ഔദ്യോഗിക ലോഞ്ചിങ്ങും നടന്നു. പാണക്കാട് സയ്യിദ് മുക്താർ അലി ശിഹാബ് തങ്ങൾ അവാർഡുകൾ സമർപ്പിച്ചു. മുനവീറുൽ ഇസ്ലാം കമ്മിറ്റി പ്രസിഡന്റ് VP മുത്തലിബ് അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അബ്ദുൽ ഖാദർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി അമീൻ കൂലേരി, ട്രഷറർ MK മുഹമ്മദ് കുഞ്ഞി, ചുഴലി മുഹ്യുദ്ദീൻ ബാഖവി, സിറാജുദ്ദീൻ ദാരിമി കക്കാട്, മാണിയൂർ അഹമ്മദ് ബഷീർ ഫൈസി, റബ്ബാനി അലസരി, യാസിൻ ആഷിഖ്, MDP മുഹമ്മദ് കുഞ്ഞി, അബ്ദുൽ ഗഫാർ, TP അബ്ദുള്ള ഹാജി, UP ഷെരീഫ്, ഇബ്രാഹിം തട്ടാണിച്ചേരി, NB മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആധുനിക സജ്ജീകരണങ്ങളോടെ ഹിയർടോൺ ഓഡിയോളജി പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി സമഗ്രമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഹിയർടോൺ ഓഡിയോളജി പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ BKM ഹോസ്പിറ്റലിന് സമീപം തായ്നേരി റോഡ് ജംഗ്ഷനിലാണ് പുതിയ ക്ലിനിക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് ചെയർമാൻ P ശ്യാമള, വാർഡ് കൗൺസിലർ സുനിത, മാനേജിംഗ് ഡയറക്ടർ K സുരേഷ്, ഡോക്ടർ രാഹുൽ അരവിന്ദ് തുടങ്ങിയ പ്രമുഖർ സന്നിഹിതരായി. സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗത്തെ നിരവധി വ്യക്തികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ വിഭാഗങ്ങളിലായി കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യക്തിഗത പരിചരണം ഉറപ്പാക്കുന്നതിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഹിയർടോൺ ഓഡിയോളജിയിൽ ഒരുക്കിയിരിക്കുന്നത്. കേൾവി പരിശോധനയും ശ്രവണ സഹായികളും, സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ഒക്യുപ്പേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്റ്റുഡന്റ് ലേണിംഗ് അസിസ്റ്റന്റ് ആൻഡ് മെന്റൽ ഹെൽത്ത് ഡയറ്റീഷ്യൻ എന്നീ സേവനങ്ങൾ ലഭ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യയും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ സേവനവും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നതോടെ പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനകരമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണിയൻ സമരഭൂമികയെ വിനോദ വിജ്ഞാന കേന്ദ്രമാക്കണമെന്ന ആവശ്യത്തിന് ഏറെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. പഠനത്തിനും വിനോദത്തിനും കൗതുകത്തിനും എത്തുന്നവരെ ഒരുപോലെ തൃപ്തിപ്പെടുത്തുവാൻ ഈ പദ്ധതിക്ക് സാധിക്കും. കുണിയൻ സമരഭൂമികയെ വിനോദ വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ജന്മി നാടുവാഴിത്വത്തിനും ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കുമെതിരെ നടത്തിയ സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്നവർ, ഉറങ്ങുന്ന മണ്ണിൽ പുതിയ തലമുറയ്ക്കും വരാനിരിക്കുന്നവർക്കും ഏറെ പഠിക്കാനുണ്ട്. നെല്ലെടുപ്പ് സമരത്തിന് പേരുകേട്ട ഈ വയലുകളിൽ ഇന്ന് നെൽകൃഷി തന്നെ പതിയെ പടിയിറങ്ങുകയാണ്. കുണിയൻ പുഴയ്ക്ക് നൊമ്പരത്തിന്റെ കഥകൾ ഏറെ പറയാനുണ്ടാകും. ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം, രക്തസാക്ഷി സ്തൂപം, അപൂർവ ഇനം കണ്ടൽ ചെടികൾ എന്നിവയെല്ലാം വിജ്ഞാനത്തിനെന്ന പോലെ വിനോദത്തിനും ഉപകരിക്കും. കായൽ ടൂറിസത്തിനും ഏറെ സാധ്യതയുള്ള സ്ഥലമാണിത്. കരിവള്ളൂരിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള കാവുകൾ, കുളങ്ങൾ, കുടക്കല്ലുകൾ, തെയ്യം, പൂരക്കളി, മറത്തുകളി, കൂത്ത് തുടങ്ങിയവ സഞ്ചാരികൾക്ക് ആസ്വാദനത്തിന്റെ പുതിയ തലങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്നവയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
കമുകിൻ തോട്ടങ്ങളിൽ മച്ചിങ്ങ വ്യാപകമായി കൊഴിയുന്നു. മാത്തിൽ പുത്തൂർ ഭാഗത്ത് കമുകിൻ തോട്ടങ്ങളിൽ മൂപ്പെത്താത്ത കൊഴിഞ്ഞ അടക്കകൾ നിലത്ത് വിരിച്ചതുപോലെയാണ് കാണപ്പെടുന്നത്. കമുകിൻ തോട്ടങ്ങളിൽ ഉയരുന്നത് കർഷകരുടെ രോദനമാണ്. ഒരു തരത്തിലും രക്ഷയില്ല എന്നതാണ് കർഷകരുടെ സ്ഥിതി. വില കുറച്ചുയരുമ്പോൾ രോഗബാധയെത്തും. രോഗമില്ലാത്ത കാലത്താണെങ്കിൽ വിലയുമുണ്ടാകില്ല. കമുകിൽ നിന്നും മച്ചിങ്ങ വ്യാപകമായി കൊഴിയുകയാണ്. ഇങ്ങനെ പോയാൽ കമുകിന്റെ മുകളിലൊന്നും അടക്കയില്ലെന്ന നിലയിലേക്കാവാം കാര്യങ്ങളുടെ പോക്ക്. വില തരക്കേടില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ അവസ്ഥ. നിലവിലെ വില കൊണ്ട് കർഷകർക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അല്പം കുറവാണ് താനും. ഏതാണ്ട് പകുതി വളർച്ചയെത്തിയ അടക്കകളാണ് കൊഴിഞ്ഞു പോകുന്നത്. ഇത് മഹാളി രോഗമല്ലെന്നും മൂലകങ്ങളുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണെന്നും ഒരഭിപ്രായമുണ്ട്. ഏതായാലും മച്ചിങ്ങ കൊഴിച്ചിൽ വ്യാപകമാണെന്നും പ്രതിസന്ധികൾ തങ്ങളെ വിട്ടൊഴിയില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ അതിർത്തിയിലുള്ള പിലിക്കോട് കാലിക്കടവിൽ 4 ദിവസമായി നടന്നുവന്ന സംസ്ഥാന സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ കണ്ണൂർ ജില്ലാ ടീം ഓവറോൾ കിരീടം നേടി. 8 വയസ്സുള്ള പിഞ്ചുകുട്ടികൾ മുതൽ 75 വയസ്സുള്ള താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത സംസ്ഥാന സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട കിരീടം ഇത്തവണ 106 പോയിന്റ് സ്വന്തമാക്കിയാണ് കണ്ണൂർ ജില്ലാ ടീം ജേതാക്കളായത്. 90 പോയിന്റ് നേടിയ തൃശൂർ ടീം 2ാം സ്ഥാനക്കാരായി. 43 പോയിന്റോടെ പാലക്കാട് ജില്ല 3ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇത്തരമൊരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കാൻ ഈ ജില്ലയിൽ കഴിഞ്ഞതിലും അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജില്ലാ യോഗ അസോസിയേഷനും പ്രത്യേകിച്ച് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങളുടെ എല്ലാം വലിയ പരിശ്രമങ്ങൾ കൊണ്ടാണ് ഈ 3 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന യോഗ ചാമ്പ്യൻഷിപ്പ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബാലചന്ദ്രൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം മനു, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാൽ, വൈസ് പ്രസിഡന്റ് പി ഹരിഹരൻ നമ്പ്യാർ, ഏഷ്യൻ റഫറിമാരായ ഡോക്ടർ കെ പ്രേമരാജൻ, ഡോക്ടർ എം വിജയൻ, എം രാജൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് സമ്മേളനവും അർദ്ധവാർഷിക കൗൺസിൽ യോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനയിൽ പുതുതായി അംഗത്വം എടുത്തവർക്കുള്ള വരവേൽപ്പ് സമ്മേളനവും അർദ്ധവാർഷിക കൗൺസിൽ യോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 5 മാസം 7 മാസം കഴിയുമ്പോൾ സംസ്ഥാന ജീവനക്കാർക്ക് ലഭിക്കും. അത് അതിന്റെ കുടിശ്ശിക ജീവനക്കാർക്ക് ബോർഡൻ ഫണ്ടിലും പെൻഷൻകാർക്ക് അവരുടെ DSP അക്കൗണ്ടിലും നൽകുന്ന കീഴ്വഴക്കം, ആ കീഴ്വഴക്കത്തെ അട്ടിമറിച്ചത് 1ാം പിണറായി സർക്കാർ കുറച്ച് അട്ടിമറിച്ചു. 2ാം പിണറായി സർക്കാർ അത് പൂർണ്ണമായും അട്ടിമറിച്ച് കുടിശ്ശിക കൊടുക്കേണ്ടതില്ല എന്നുള്ള നയപരമായ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇപ്പോൾ ക്ഷാമാശ്വാസം അടുത്ത് തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകും. അത് സ്വച്ഛപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നമ്മുടെ അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം അദ്ദേഹത്തെ സ്വീകരണം ആയിരുന്നു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് UK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി അർദ്ധവാർഷിക റിപ്പോർട്ടും ട്രഷറർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ്, ജില്ലാ സെക്രട്ടറി P സുഖദേവൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV ഭാസ്കരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VV ഗിരിജ ടീച്ചർ, MA ദാമോദരൻ നമ്പൂതിരി, NV രാഘവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി ശ്രീ കുറ്റ്യാട്ട് പുലിയൂരുകാളി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള പൂരക്കളി അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് KP കോരൻ അനുസ്മരണം നടത്തി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കടന്നപ്പള്ളി ശ്രീ കുറ്റ്യാട്ട് പുലിയൂരുകാളി ക്ഷേത്രം കേരള പൂരക്കളി അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് KP കോരൻ അനുസ്മരണം നടത്തി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദാമോദരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് T മനോഹരൻ അധ്യക്ഷത വഹിച്ചു. KV സുർജിത്ത് സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം അതിതിരിയൻ K ഫൽഗുനൻ, ക്ഷേത്രം കോയ്മ ഇല്ലത്ത് വീട്ടിൽ പവിത്രൻ,
കേരള പൂരക്കളി അക്കാദമി അവാർഡ് ജേതാക്കളായ കുതിരക്കാൽ ഗോവിന്ദൻ, KP ദാമോദരൻ, PP നാരായണൻ, KV പുരുഷോത്തമൻ, KV ബാലകൃഷ്ണൻ, കൊയക്കിൽ കൃഷ്ണൻ, VP മോഹനൻ എന്നിവർ സംസാരിച്ചു. K മോഹനൻ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ തപസ്യ കലാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ S ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. തപസ്യ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും S ജാനകിയുടെ ഗാനങ്ങൾ ആലപിച്ചു. പയ്യന്നൂർ തപസ്യ കലാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ S ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. കവി രാമകൃഷ്ണൻ കണ്ണോം അനുസ്മരണ പ്രഭാഷണം നടത്തി. നിങ്ങളുടെ ഇടയിലുള്ള ഗായകന്മാർ ചുവടുവെക്കുന്നുണ്ടെങ്കിൽ അത് ദൈവസിദ്ധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അനേകം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അനേകം കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു പാട്ടിന്റെ ആരോഹണ അവരോഹണത്തിലൂടെ അതിന്റെ ധ്വനിമഹിമയോടുകൂടി അതിന്റെ രസകരിമയോടുകൂടി എനിക്കത് പാടുക എന്ന് പറഞ്ഞാൽ ആ സിദ്ധി എനിക്കില്ല. ബാലകൃഷ്ണൻ പുത്തൂര് പാടും, വേണു പാടും, ഇവരൊക്കെ പാടുന്നവരാണ് എന്ന് പറയുമ്പോൾ അവരോടുള്ള ബഹുമാനം. തപസ്യ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും S ജാനകിയുടെ ഗാനങ്ങൾ ആലപിച്ചു. P ഭാസ്കരൻ മാഷുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ V സുരേന്ദ്രൻ നന്ദി പറഞ്ഞു. ഡയറക്ടർ P വേണു, ഡോക്ടർ ഗൗതം ഗോപിനാഥ്, ബാലകൃഷ്ണൻ പുത്തൂർ, രവിചന്ദ്രൻ, അനിൽകുമാർ VP എന്നിവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ AP നാരായണ പൊതുവാൾ ചരമവാർഷിക ദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോറോമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് കാനായിലെ AP നാരായണ പൊതുവാൾ ചരമവാർഷിക ദിനാചരണം നടന്നു. പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC ജനറൽ സെക്രട്ടറി KK സുരേഷ് കുമാർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകന്മാരുടെ MDMA ലൈസൻസ് നടത്തണമെന്നാണ് കഴിഞ്ഞ കാലത്ത് പിണറായി വിജയൻ KSCക്കാരൻ പറഞ്ഞു കൊടുത്തത്. എത്ര കുട്ടികളുടെ കയ്യിലേക്ക് എത്തി നിങ്ങൾ മനസ്സിലാക്കണം. എത്ര കുട്ടികളെ ഇതിന്റെ ഭാഗമാക്കി. പയ്യന്നൂർ കോളേജ് ജോലി ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പ്രശാന്തിനോട് ചോദിക്കണം. ആ കോളേജിൽ SFI എന്ന് പറയുന്ന ഒരു സംഘടന, ആ SFI എന്ന സംഘടന വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടി ഇത്തരം സാധനങ്ങൾ വരെ കൊടുക്കുന്നു എന്നുള്ളതോ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KK ഫൽഗുനൻ, പുഷ്പ തറമ്മൽ, TM സദാനന്ദൻ, കുഞ്ഞിക്കണ്ണൻ കാനായി, സുരേഷ് കാനായി, പ്രകാശൻ മണിയറ, K അബ്ബാസ്, P അബൂബക്കർ, S ഇബ്രാഹിം, VK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു നിർവഹിച്ചു. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂരിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു നിർവഹിച്ചു. അമ്മയുടെ കർമ്മം എന്നുള്ളത് ഒരു സന്ദേശം മാത്രമല്ല, മറിച്ച് അതൊരു നല്ലൊരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രധാന ഒരു കർമ്മമാണ് മുലയൂട്ടൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ജനിച്ചു വന്ന കുഞ്ഞിനെ ചുരുങ്ങിയത് 6 മാസക്കാലമെങ്കിലും മുലപ്പാൽ മാത്രം നൽകിക്കൊണ്ട് ആ കുഞ്ഞിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. മുമ്പൊക്കെ 2 വർഷക്കാലം മുലപ്പാൽ കൊടുക്കണമെന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് നമ്മൾ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ജോലിക്ക് പോകാനും മറ്റാവശ്യങ്ങൾക്കുമായി കുഞ്ഞിനെ വളർത്താനുള്ള ഒരു സമയമില്ലാത്തൊരു കാലഘട്ടമാണ്. എല്ലാവരും തിരക്കാണ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് ഉടുമ്പൻതല കുടുംബാരോഗ്യ കേന്ദ്രമാണ് ആതിഥേയത്വം വഹിച്ചത്. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MK പ്രസന്ന അധ്യക്ഷത വഹിച്ചു. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ B സന്തോഷ് മുലയൂട്ടൽ വാരാചരണ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മനു, അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, ഫായിസ് ബീരിച്ചേരി, K സുനിത, C നുറൈനി, ഡോക്ടർ KT രഞ്ജിത, സ്റ്റെല്ല ജോസഫ്, PV പ്രകാശൻ എന്നിവർ സംസാരിച്ചു. വാരാചരണ ഭാഗമായി നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ഡോക്ടർ KV ചൈതന്യ ക്ലാസ് എടുത്തു. അമ്മമാർക്കായി നടന്ന ക്വിസ് മത്സരം PJ ജിൻസി നയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം എൻഡോമെന്റ് വിതരണവും അനുമോദനവും നടത്തി. ക്ഷേത്രം അന്തിത്തിരിയൻ P തമ്പാൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു.
പയ്യന്നൂർ കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര മെമ്പർമാരുടെ മക്കളിൽ 2025-26 അധ്യയന വർഷത്തെ SSLC +2 CBSE കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും മറ്റ് മേഖലകളിൽ ഉന്നത നേട്ടങ്ങൾ കൈവരിച്ചവർക്കുള്ള അനുമോദനവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ചടങ്ങിൽ വെച്ച് ക്ഷേത്രമന്ത്രി തിരിയൻ പി തമ്പാൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. മൺമറഞ്ഞു പോയ മുൻകാല മെമ്പർമാരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് അവരുടെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയതാണ് ഈ അവാർഡുകൾ. ക്ഷേത്രം ഭാരവാഹികളായ ജയേഷ് NK, മണിയറ വിജയൻ, P ബാലചന്ദ്രൻ, മണിയറ ചന്ദ്രൻ, NK രാഘവൻ മാസ്റ്റർ, പ്രകാശന ഡെവലത്ത്, KP രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.